നിങ്ങൾ സാമൻ ഫിഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ കാനഡയിലാണ്. ഇവിടെ ധ്യാനങ്ങൾക്കായിട്ട് വന്നതാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ ഒരു സ്ഥലം സന്ദർശിച്ചു. ഒരു ചെറിയ ചെക്ക് ഡാം പോലെ ഒരു സ്ഥലം. അവിടെ ഈ സാമൻ ഫിഷിനെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. സാമൻ ഫിഷിന്റെ പ്രത്യേകത, അത് ശുദ്ധജലത്തിലാണ്, ഫ്രഷ് വാട്ടറിലാണ് ഇത് ജനിച്ചു വീഴുന്നത്. എന്നിട്ടത് സമുദ്രത്തിലേക്ക് പോകും. എന്നാൽ മുട്ടയിടാറാകുമ്പോൾ തിരിച്ച് ശുദ്ധജലത്തിലേക്ക്, ഫ്രഷ് വാട്ടറിലേക്ക് നീന്തി തുടങ്ങും. അപ്പൊ നമ്മൾ ഓർക്കും, അതിനിപ്പോ എന്താ, അങ്ങോട്ട് വന്ന് മുട്ടയിട്ടിട്ട് പോയാൽ പോരെ? അങ്ങനെയല്ല. അഗൈൻസ്റ്റ് ദ കറന്റ്, ഒഴുക്കിനെതിരെയാണ് ഇത് നീന്തി കയറേണ്ടത് എന്ന് ഓർക്കണം. അപ്പൊ ഞാൻ കണ്ടിടത്ത് ഇഷ്ടം പോലെ മത്സ്യങ്ങൾ, അതൊരു ഡാമാണ് താനും. ഇതെങ്ങനെ തിരിച്ചു കയറും? അപ്പൊ ഇത് പല മത്സ്യങ്ങളും നമുക്ക് സങ്കടം വരും. ഈ ഡാമിന്റെ അവിടെ വന്ന് തലതല്ലി ചാകുന്ന പോലെ എടുത്തു ചാടി അതിന്റെ ശരീരമൊക്കെ മുറിവേറ്റ് പിന്നെയും മുകളിലോട്ട് കയറും. അപ്പൊ ഈ ഡാമിന്റെ സൈഡിൽ ഒരു ചെറിയ വാതിൽ പോലെ ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് കുത്തനെ ഒഴുകി ഇറങ്ങുകയാണ്. അതിനെതിരെ ഈ മീൻ ചാടുന്നതും ഇത് വീണ്ടും നീന്തി മുകളിലോട്ട് കയറുന്നതും നമുക്ക് കാണാൻ പറ്റും. സാൽമൺ ഫിഷ് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന കുറെ പാഠങ്ങളുണ്ട്. നിശ്ചയദാർഢ്യത്തിന്റെ ഒരു അത്ഭുതം, എ മിറക്കിൾ ഓഫ് വിൽ പവർ ആൻഡ് ഡിറ്റർമിനേഷൻ. നമുക്ക് പല വിധത്തിൽ മാതൃകയാണ്. ഇനിയൊരു ക്രിസ്തീയ മാനവും അതിനുണ്ട്. അഗസ്തിനോസ് പുണ്യവാളം പറയുന്നുണ്ട്, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിലെത്തുവോളം എന്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവിൽ നിന്ന് പുറപ്പെട്ട നമ്മൾ കർത്താവിലേക്ക് തിരികെ ചെല്ലാൻ കാണിക്കേണ്ട ഒരു അഭിവാഞ്ജ, അതിന് സമാനമാണ് ഈ സാൽമൺ ഫിഷ്. വേണമെങ്കിൽ അതിനവിടെ വിശ്രമിക്കാം, പക്ഷെ അതിനറിയാം, എനിക്കൊരു നിയോഗമുണ്ട്. എവിടെ തുടങ്ങിയോ അവിടെ എത്തി മുട്ടയിടുക. ഇനി കുറെയൊക്കെ അവിടെ മരിച്ചു വീഴും, മുട്ടയിട്ട് മരണമടയും. ഇനി വീണ്ടും തിരിച്ചു വന്ന് സമുദ്രത്തിലെത്തി വീണ്ടും അടുത്ത വർഷം ശുദ്ധജലത്തിലേക്ക് തിരിച്ചു നീന്തുന്ന സാൽമൺ ഫിഷുകളുമുണ്ട്. ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നത്, എങ്ങനെയാണ് ഇതിന് ഈ റൂട്ടൊക്കെ കൃത്യം അറിയാവുന്നത്? ഈ പ്രകൃതി തന്നെ നമുക്ക് പാഠപുസ്തകമാകുന്ന ചില നിമിഷങ്ങളിൽ ഒന്നാണ് ഈ സാൽമൺ ഫിഷിന്റെ മടക്കയാത്ര. സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടതാണ് നമ്മൾ. സ്വർഗത്തിലേക്ക് തിരികെ പോകാനുള്ള ഒരു അഭിവാഞ്ജ ഉണ്ടാക്കട്ടെ. ഈ യാത്ര എളുപ്പമാണെന്ന് വിചാരിക്കരുത്. ഇത് ഒഴുക്കിനെതിരെ നീന്തലാണ് ക്രിസ്തീയ ജീവിതം. ചെക്ക് ഡാമിലെ ആ ചെറിയ വാതിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണം. ഏറെ ക്ലേശകരമാണ് ഈ യാത്ര, പക്ഷെ ഇതിനപ്പുറത്ത് നമ്മളെ കാത്തൊരു നിയോഗമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം ഇരിക്കുന്നത് ഈ തിരിച്ചുവരവിലാണെന്ന് മനസ്സിലാക്കണം. ഞാൻ അത്ഭുതപ്പെട്ടത്, എങ്ങനെ ഇതിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇതാണ് റൂട്ട് എന്നുള്ളത്. അതാണ് നമുക്കുള്ള മനസാക്ഷിയുടെ സ്വരം. ഒഴുക്കിനെതിരെ നീന്തലില്ലേ, കഷ്ടപ്പാട് പിടിച്ച നീന്തൽ, അതാണ് നമ്മുടെ മാനസാന്തരം. ലോകം ഒരു വഴിയെ പോകുമ്പോൾ അതിനെതിരെ നീന്താൻ കാണിക്കുന്ന ആർജവത്വമാണ്. ഈ ഇടുങ്ങിയ വാതിലൂടെ ചാടി ചാടി കയറുന്നില്ലേ, അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രവർത്തികൾ. ഒടുക്കം കർത്താവിലേക്ക് എത്തിച്ചേരുന്നതാണ് നിത്യതയുടെ അനുഭവം, സ്വർഗത്തിന്റെ അനുഭവം. സാമൻ ഫിഷ് നമുക്കത് ഇൻസ്പിറേഷൻ ആകട്ടെ. ഒഴുക്കിനെതിരെ നീന്താൻ, പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടാകുമ്പോൾ മടുത്തു പോകാതിരിക്കാൻ, കർത്താവിലേക്ക് മാനസാന്തരപ്പെട്ട് യു ടേൺ തിരിഞ്ഞൊരു യാത്ര പോകാൻ ഒക്കെ നമുക്ക് പ്രചോദനമാകട്ടെ ഈ കാഴ്ചകളും ഈ ചിന്തയുമെന്ന് ഓർമ്മിപ്പിക്കുന്നു.